നിങ്ങൾ ഇവിടെ തന്നെ നിന്നാ മതി, ഞാൻ പോയി വാങ്ങിട്ട് നിങ്ങളൊക്കെ എന്താ ഇവിടെ? കള്ളു കുടിക്കാൻ വിളിച്ചിട്ട് വന്നില്ല, ഒരു പെണ്ണ് വിളിച്ചപ്പോ കൂടെ പോയല്ലേ? സെറ്റ് ആയോടാ? നിങ്ങളുടെ ലവ് സ്റ്റോറി എവിടെ വരെ എത്തി? മെഡിക്കൽ ഷോപ്പ് വരെ എത്തി ഞങ്ങള്. മെഡിക്കൽ ഷോപ്പ് വരെ വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടുണ്ടാവൂല്ലേ? നിർത്തിയിട്ട് മാറ്റർ എന്താന്ന് പറയും. കല്യാണത്തിന് മുമ്പ് ഇതൊന്നും വേണ്ടെന്നാണ് എന്റെ ആഗ്രഹം. നീ എന്തിനാ അങ്ങനെയൊക്കെ ആലോചിക്കുന്നേ? വല്ലാണ്ട് പേടിയായി. അവളെന്താ പറഞ്ഞ? പ്രേമിക്കുന്നോണ്ട് തെറ്റൊന്നുമില്ല, ആരും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അതിന് നീ അവളോട് എന്താ പറഞ്ഞത്? എനിക്ക് പ്രേമിക്കാനൊന്നും അറിയില്ല, എനിക്ക് ഭയങ്കര നാണം വരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ അവളിനോട് പറയാ ഞാൻ പ്രേമിക്കാൻ പഠിപ്പിച്ചു തരാന്ന്. ശരിക്കും? എടാ രാത്രി മുഴുവൻ ഫോൺ ഓണാക്കി വെക്കടാ. എനിക്ക് നാണോ. എടാ ഞങ്ങള് ഓഡിയോങ്കിലും കേട്ടിട്ട് ഇന്നത്തെ ദിവസം തൃപ്തി. ബാലൻസ് ഇല്ലടാ. എടാ ഞാൻ 30 രൂപയ്ക്ക് റീചാർജ് ചെയ്തടാ. ഫുൾ നൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ 30 വരെ നടക്കില്ല. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കല്ല ഞാൻ നിനക്ക് 300 രൂപയ്ക്ക് ചാർജ് ചെയ്തോ. സത്യമായിട്ടോ? ശരി, അവള് വരുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങ് പൊക്കോ. നിങ്ങളെ കണ്ടു കഴിഞ്ഞ് പേടിക്കണ്ടോ? ഞങ്ങൾ ഒന്ന് വേഗം പോയേ. നീ തുഴയല്ലേ, ഇതെന്താ വഞ്ചിയാ? ഒന്ന് പോയടാ. വായിരിക്കെ മുന്നിലിരിക്കല്ലേ, വേണമെങ്കിൽ നമുക്ക് നടന്നും പോകാം കേട്ടോ. നിനക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടിയോ മോളെ? അങ്ങനെ വിളിക്കുന്ന എടുക്കട്ടെ. ഒന്ന് ക്ഷമിക്കടാ, വീട്ടിൽ പിടിക്കല്ലേ? നീ അത് ഇവിടെ വെച്ചേ. ഞാൻ സ്പീക്കറിൽ പിന്നല്ലത് വേഗം മോനെ ഒരു ദിവസം ഉറങ്ങിയില്ലെന്ന് വെച്ചേ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു പോള കണ്ണടയ്ക്കാതെ ഞാൻ നോക്കിയിരുന്നോളാം. അവന്റെ അമ്മ തന്നെ അതേ സെറ്റാക്കി കൊടുത്തോണ്ടിരിക്കുക. എനിക്കും മമ്മിയുണ്ടല്ലോ. എന്നാ പിന്നെ തുടങ്ങല്ലേ? ഷർട്ട് ഊരല്ലോ അല്ലേ? ഏയ് പതുക്കെ പതുക്കെ. താൻ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അവൻ ആ പെങ്കൊച്ചിനെ കിസ് അടിക്കുന്നടാ. ഉമ്മയുടെ ശബ്ദം ഞാനും കേട്ടു. അവിടെ എന്താ ഏയ് എന്തിനാ തിരക്ക് പിടിക്കുന്ന? പതുക്കെ ഓരോ ബട്ടൺ ഒഴിച്ചാ പോരെ. ഊരിയെ കൈ പൊക്കിയേ. ഏയ് എന്തേ ചെയ്യുന്ന? ഏയ് ഒന്ന് പതുക്കെ ചെയ്, നഖം കൊള്ളും. പതുക്കെ. അയ്യോ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. പതുക്കെ ഇട്. പതുക്കെ പതുക്കെ. സ്ലോ. ഏയ് പതുക്കെ. എടാ എന്നെ കൊണ്ട് പറ്റുന്നില്ല, നീ ഫോണൊന്ന് വെച്ചിട്ട് പോയേ. ഈ സമയത്ത് നീ ഫോൺ സംസാരിക്കാം. എടാ ഞാൻ പിന്നെ വിളിച്ചോളാം. ഞാനേ ഒന്ന് ഫോൺ കട്ട് ചെയ്യുന്നുണ്ടോ? ക്ലൈമാക്സ് എത്തിയപ്പോ കട്ട് ചെയ്തല്ലോടാ. നമുക്ക് വേറെ പടി നോക്കാം. എന്റെ എടാ വെറുതെ ഫോൺ ചെയ്ത് മനുഷ്യനെ മൂടാക്കി കളഞ്ഞല്ലോടാ. സൂപ്പർ. മുത്തശ്ശിയോട് പറഞ്ഞായിരുന്ന? നിങ്ങൾ തന്നെ മുത്തശ്ശിയോട് പറ. മുത്തശ്ശി, ഇന്നാണല്ലേ മുത്തശ്ശിയുടെ കല്യാണം നടന്നത്? അതെ മോനെ. അപ്പൊ മുത്തശ്ശി ഇന്ന് ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണം. എന്താ മോനെ ചെയ്യണ്ടേ? മുത്തശ്ശി ഒരു കല്യാണ പെണ്ണിനെ പോലെ നന്നായിട്ട് ഒരുങ്ങിയിട്ട് തലയിൽ മുഴുവൻ പൂവൊക്കെ വെച്ച് കഴുത്തിലൊക്കെ മാലയൊക്കെ ഇട്ട് ഒരു പട്ടുസാരിയൊക്കെ കൊടുത്ത് മുത്തശ്ശന്റെ കൂടെ ഒന്നിരുന്ന ഞാനും നന്ദിനിയും കൂടെ ഒരു ഫോട്ടോ എടുക്കായിരുന്നു. മോന്റെ മുത്തശ്ശന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന്റെ ആവശ്യമുണ്ടോ? മുത്തശ്ശി, ഞാൻ ചെറുതായിരുന്നപ്പോഴേ എന്റെ മുത്തശ്ശി അങ്ങ് പോയതാ. ഞാൻ എന്റെ മുത്തശ്ശിയെ കണ്ടിട്ട് പോലുമില്ല. ഞാൻ എന്റെ സ്വന്തം മുത്തശ്ശിയെ പോലെ കരുതി മനസ്സിൽ ഒരുപാട് ആശകൾ കെട്ടിപ്പൊക്കി. മുത്തശ്ശി, എന്റെ ആഗ്രഹങ്ങൾ നടത്തി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാ എനിക്ക് താങ്ങാൻ പറ്റില്ല എന്റെ മുത്തശ്ശി. ഞാൻ പറയുന്നത് കരയല്ലേ, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ റെഡിയാവും കേട്ടോ. സമയം കളയല്ലേടാ നന്ദിനി, വേഗം മുത്തശ്ശി റെഡിയാക്ക. ഇത് കൊള്ളാം. പ്ലീസ് മുത്തശ്ശി, ഈ സാരി കൊടുത്താൽ മതിയേ. നിന്റെ മുത്തശ്ശനും ഈ സാരി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനും എന്റെ മുത്തശ്ശനെ പോലെ തന്നെ മുത്തശ്ശി. അതായത് ആ ടൈപ്പിലല്ല, സിംഗിൾ. വളരെ നല്ല മനുഷ്യനാണ് ഞാൻ. ഒരുപാട് സമയമൊന്നും എടുക്കില്ലല്ലോ അല്ലെ? ദേ മുടിയൊക്കെ മുകളിലേക്ക് പൊക്കിയേക്കുന്ന കണ്ടോ?
മുത്തശ്ശനെ ഈ ഗെറ്റപ്പിൽ മുത്തശ്ശി കണ്ടു കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് പകച്ചു പോവും. മുത്തശ്ശി റെഡിയല്ലേ? റെഡി ആയിക്കൊണ്ടിരിക്കുക. മുത്തശ്ശനെ ഞാൻ റെഡിയാക്കി. വാ കാണിച്ച ആണോ? വാ, എന്നെനിക്ക് കാണണം. അകത്തേക്ക് വാ. ടൻ ടൻ ടൻ. കണ്ടോ, എന്തിരൻ സിനിമയിലെ രജനീകാന്തിനെ പോലെ ഹെയർ സ്റ്റൈൽ ഒക്കെ ഉണ്ടാക്കിയേക്കുന്നുണ്ടോ? ഇതൊക്കെ എന്തിനാ? മുത്തശ്ശിക്ക് മുത്തശ്ശനെ കണ്ടുടനെ വലിയ സന്തോഷമാവണം. അതിന് നല്ല ഭംഗിയുണ്ട്, കാണാൻ ഒരു ഹീറോ പോലെ ഉണ്ട്. എങ്കി വാ, നമുക്ക് മുത്തശ്ശിയെ പോയി കണ്ടിട്ട് വരാം. വാ വാന്ന്. വൗ. മുത്തശ്ശി എന്ത് രസാന്നറിയോ കാണാൻ. വാ മുത്തശ്ശി പോവാം. അയ്യോ വാ ഞാൻ മുത്തശ്ശി, വരുന്നില്ല മോനെ. മുത്തശ്ശനോട് എനിക്ക് കാത്തിരിക്കാം. വാ. എന്താ മോനെ ഇതൊക്കെ? വാ മുത്തശ്ശി, ഇങ്ങനെ വിട്. നാണിക്കല്ലേ. വാ വിട്. വാ വാ മുത്തശ്ശി. വാ എന്തിനാ മുത്തശ്ശി. നാണിക്കുന്നെ? ഇതൊക്കെ വേണം മോനെ. നല്ല നാണാട്ടോ. ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നാണിക്കല്ലേ എന്തൊക്കെ മുത്തശ്ശി. മുത്തശ്ശൻ ഈ ഗെറ്റപ്പിൽ കണ്ടു കഴിഞ്ഞാലേ വേണ്ട. അസുഖമൊക്കെ മാറും. ഈ പ്രായത്തിലും ഈ കിളവ് ഇത്ര സുന്ദരിയായിട്ട് വിലസുന്ന കണ്ടില്ലേ? അപ്പൊ ആയ കാലത്ത് എന്തൊക്കെ കാണിച്ചായിരിക്കും എന്റെ അച്ഛനെ കറക്കി എടുത്തത്. മുത്തശ്ശി നാണിക്കല്ലേ. ഇങ്ങോട്ട് വാ. രാംദാസേ, വാടാ ഇവിടെ. അപ്പുറത്താരെന്നും നോക്കി. ഡാ, ഇവിടെ വരാൻ. ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചിട്ട് തിരിഞ്ഞു പോലും നോക്കാതെ പോകുന്നുണ്ടോ? വാ നടക്ക്. ഓൻ ഡാഡി. ഡാ, എന്താടാ ഇത്? അവരുടെ കയ്യിലുള്ളതെല്ലാം അടിച്ചു മാറ്റി എന്റെ കൊണ്ട് തരാൻ നീ വാക്ക് പറഞ്ഞിട്ട് ഇപ്പൊ നീ അവരുടെ കൂടെ കൂടി ആ കിഴവിയെ പോയി പട്ടുസാരി ഉടുപ്പിച്ച് എന്താണ് നിന്റെ ഉദ്ദേശം? എന്റെ അച്ഛ, ഇത്രക്ക് ബുദ്ധി ഇല്ലാണ്ടായി പോയല്ലോ. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ സ്വർണ്ണാഭരണങ്ങളും പുറത്തേക്ക് എടുത്തോണ്ടിരിക്കല്ലേ ഞാൻ. ടോട്ടൽ എത്ര ഉണ്ടെന്നുള്ളത് വേഗം കണക്ക് കൂട്ടി കാണിച്ചു തരാൻ ഞാൻ. നിന്നെ വിശ്വസിക്കാവൂടാ? എന്റെ ഈ ശരീരം മുഴുവൻ ഓടുന്നത് അച്ഛന്റെ രക്തം തന്നെയല്ലേ? എനിക്ക് അതിലും സംശയമുണ്ടാ. അച്ഛ, ഇപ്പൊ നിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ കാണുമ്പോ ഈ വീട്ടിൽ ഉടനെ ഒരു കുഞ്ഞിക്കാലൂടെ കാണേണ്ടി വരുമെന്നുള്ള ചിന്തയിലാണ് ഞാൻ. ഒന്ന് പോയ അച്ഛ, അങ്ങനെയൊന്നും പറയല്ലേ. അമ്മേ, ഒരു 100 പേർക്ക് ഫുഡ് ഒന്ന് റെഡിയാക്കണേ. ഓക്കെ? 100 പേർക്കോ? വേണമെങ്കി പോയി തന്നെ ഉണ്ടാക്കടാ. അല്ല പിന്നെ ചക്കര കുട്ടിയല്ലേ. അച്ഛ ഒന്ന് പറയാ. രണ്ടുപേരും എന്റെ മോൻ തന്നെയാണോന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ പോക്ക് കണ്ടിട്ട് ഉടനെ ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും ഉറങ്ങാണ്ട് അലഞ്ഞ് നടക്കണ്ടോ നോക്കട്ടെ ആദ്യം. എല്ലാരും നല്ല ഉറക്കവാ. മുത്തശ്ശ, മുത്തശ്ശനെ ഡ്രിപ്പ് ചേഞ്ച് ചെയ്യാൻ സമയമായെന്ന് കാതിൽ പറയാൻ വന്നു. മുത്തശ്ശി. അയ്യോ, അതിനെന്തിനാ ഇങ്ങനെ അലറിയിരിക്കുന്നെ? സാഗര പരിപാടി തീർന്നില്ല, പിന്നെ ഉമ്മ കൊടുക്കുന്നതിലൊന്നും പ്രശ്നമില്ലടാ. അന്ന് ഞാൻ എല്ലാം നടന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ വെറുതെ പറഞ്ഞതാ. എന്താ ചുമ്മാടിച്ചതാ? അന്ന് മുത്തശ്ശന്റെ ഡ്രസ്സ് മാറ്റിയായിരുന്നു ഞങ്ങളെ. അപ്പൊ വെറുതെ നിങ്ങളൊന്ന് പൊട്ടന്മാരാക്കാന്ന് വെച്ചാൽ എക്സ്ട്രാ ഡയലോഗൊക്കെ ഇട്ടതാണ്. അതാണ് സത്യം. പക്ഷെ ഇന്നെന്തുണ്ടായെന്ന് വെച്ചാലേ, അവൾ ഉറങ്ങായിരുന്നു. അപ്പൊ ഞാൻ ഉമ്മ കൊടുത്തു. അത് ആകെ പ്രശ്നമാവുകയും ചെയ്തു. ശരിക്ക് കൊടുത്താ? എവിടെയാ? ചെറുതായിരുന്നപ്പോ അവൾക്ക് എവിടെയാണോ ഉമ്മ കൊടുത്തത് അവിടെ തന്നെ കൊടുത്തേ, കവിളില്. എടാ, ഇതിന് നേരം കാലൊക്കെ നോക്കണ്ടേ? എടാ, അറിയാണ്ട് പറ്റിപ്പോയതാടാ. എന്തെങ്കിലും ഒരു ഐഡിയ പറ. എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവണ്ട എടാ. ആ, ചിലർക്ക് ഈ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന രോഗമില്ലേ, അതുപോലെ നൈറ്റിൽ ഇതുപോലെ അറിയാതെ ഉമ്മ കൊടുക്കുന്ന രോഗം ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരുന്നേ. ഇതൊക്കെ വിശ്വസിക്കോ? ആ, അയ്യോ, എടാ, വീട്ടിൽ നിന്നാ ഫോൺ വരുന്നേ. അമ്മയ്ക്കും അനിയത്തിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഉറപ്പാ. പ്ലീസ് നിങ്ങളൊന്ന് സംസാരിക്കടാ. ഓ, എടാ, എന്തെങ്കിലും ഒന്ന് നീ പറ. എടുത്താ മതി. നീ ഒന്ന് ഏയ്, സംസാരിക്ക്, എന്നെ പ്ലീസ്. ആ ദൈവമേ, കട്ടായി. ഓ, രക്ഷപ്പെട്ടു. ഇതെവിടെ അടിക്കുന്നത്? നിന്റെ അമ്മ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. നിന്നെ വിളിക്കുന്നടാ. എടാ, നീ അത് എടുക്കണ്ട പ്ലീസ്. എടുത്ത് സംസാരിക്കുന്നേ. എടാ, ഫോണിൽ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. വാ, നമുക്ക് നേരിട്ട് പോയി സംസാരിക്കാം. ശരി, വാ. എനിക്ക് ഇവന്റെ ഉമ്മ കൊടുക്കലാറുകൊണ്ട് നമ്മൾ പുറകെ കിടക്കേണ്ട അവസ്ഥയാണല്ലോ. ആഹാ, അയ്യോ, എന്റെ ദൈവമേ,
ഇതെന്താ ഈ രാത്രി ലൈറ്റ് മുഴുവൻ കത്തിച്ചിട്ടേക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈശ്വര? എന്റെ ദൈവമേ, ഇന്ന് എന്റെ മാനം കപ്പൽ കയറുമെന്ന് ഉറപ്പാ. എന്നെ നിനക്ക് അങ്ങോട്ട് എടുക്കാൻ പാടില്ല. നീ ഒച്ച ഉണ്ടാക്കാതെ ഇവിടെ നിൽക്ക്, ഞങ്ങളൊന്ന് പോയിട്ട് നോക്കിയിട്ട് വരട്ടെ. ചെല്ലടാ. ശരി, ഇന്ന് എന്ത് സംഭവിക്കുമെന്തോ. എന്തോ എടാ എടാ ഞങ്ങൾ ഷർട്ട് എടുക്കാൻ ആ ഒരു വന്നതാ. ഓളത്തിന് ഇറങ്ങിപ്പോ ഷർട്ട് ഇടാൻ വിട്ടുപോയതാ. ഇവിടെ മറക്കണ്ടൊക്കെ മറച്ചില്ലേ, പോടാ. ഓ ഇന്ന് തുണിയില്ലാതെ മനുഷ്യന് നാണോ മനം പോവല്ലോ. അമ്മേ അമ്മേ ദയവ് ചെയ്ത് ഇങ്ങനെ വിഷമിക്കല്ലേ അമ്മേ. എങ്ങനെയാടാ വിഷമിക്കാതിരിക്ക? എല്ലാം അവസാനിച്ചില്ലേ? അവനെവിടെ പോയി? അവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അമ്മേ. പാവം, അവന്റെ പേരിൽ ഒരു തെറ്റുമില്ല. എല്ലാം വിധിയുടെ വിളയാട്ടാ. അപ്പൊ നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ? ഇതങ്ങനെ മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമാണോ? എന്ന് വെച്ച് ഈ വക കാര്യങ്ങൾ രാത്രിയിൽ ലൈറ്റ് വിട്ട് നാട്ടുകാരെ മുഴുവൻ അരക്കണമെന്നാണോ പറഞ്ഞു വരുന്നത്? സംഗതി പുറത്തറിഞ്ഞ നാണക്കെട്ട് നമുക്ക് തന്നെയല്ലേ? എന്തൊക്കെയാടാ നീ പറയുന്നേ? അച്ഛൻ മരിച്ചുപോയ കാര്യം പറയാൻ ഞങ്ങൾക്ക് നാണക്കേടാണെന്നോ? മുത്തശ്ശൻ മരിച്ചു പോയെന്നോ? എടാ രാമേ, എടാ, വാടാ ഇവിടെ. വാടാ, നമ്മുടെ നിന്റെ മുത്തശ്ശൻ മുത്തശ്ശൻ നമ്മളെ നമ്മളെ വിട്ട് വിട്ടു പോയതാ. പോയതാ. എടാ നിക്കളെ. മോനെ. വിട്ടുപോയല്ലേ. കണ്ടില്ലേ ഞങ്ങളെ? മുത്തശ്ശി, മുത്തശ്ശി. എങ്ങോട്ട് പോകണ്ട മുത്തശ്ശി. ഏയ് നീ ഒന്ന് സമാധാനിക്ക്. എഴുന്നേക്ക്, എഴുന്നേക്ക്. വാ. എടാ, പറഞ്ഞേക്ക്. എടാ, എടീക്ക്. മുത്തശ്ശി, എന്റെ നീ സമാധാനിച്ച്. അതെ കാളിദാസ, കഴിഞ്ഞൊക്കെ തൽക്കാലം വിട്ടുകളാ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്ക്. എന്നോടും എന്റെ അമ്മയോടും ദ്രോഹം ചെയ്തിട്ട് മറ്റൊരു കുടുംബം ഉണ്ടാക്കി ആ വീട്ടിൽ തന്നെ കഴിഞ്ഞവന് ഞാന് ഒരു കർമ്മങ്ങളും ചെയ്യില്ല. അങ്കിളെ, അച്ഛൻ വല്ലാണ്ട് സങ്കടപ്പെട്ടിരിക്കുക. കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്റെ മോനെ നീ ഒന്ന് വെറുതെ ഇരുന്നേ. ഒന്നും അല്ലെങ്കിൽ നിന്നെ ജനിപ്പിച്ച തന്തയിലടാ അങ്ങനെ. മറ്റുള്ളവരെന്താ വിചാരിക്കുക? ഒന്നവിടെ നിൽക്കാൻ ഞാൻ. വാടാ.